ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ. മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം. സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ, ഗ്രാൻഡ് ഗാലക്സി തുറവൂർ. കോതമംഗലം MLA ആന്റണി ജോൺ 3 സ്കൂളുകൾക്ക് ബസ് നൽകി. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 3 സർക്കാർ വിദ്യാലയങ്ങൾക്ക് ആന്റണി ജോൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചുകൊണ്ട് 3 ബസ്സുകൾ നൽകി. ഗവൺമെന്റ് LP സ്കൂൾ വെണ്ടുവഴി, ഗവൺമെന്റ് UP സ്കൂൾ കുറ്റിലഞ്ഞി, ഗവൺമെന്റ് LP സ്കൂൾ കോട്ടപ്പടി നോർത്ത് എന്നീ സ്കൂളുകൾക്കാണ് ബസ്സുകൾ കൈമാറിയത്. മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബസ്സുകൾ കൈമാറിയത്. ഈ പദ്ധതിയുടെ തന്നെ ഭാഗമായി നേരത്തെ 14 ബസ്സുകൾ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കായി നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് 3 ബസ്സുകൾ കൂടി നൽകിയത്. ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായി തന്നെ തുടർന്നും മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് സ്കൂൾ ബസ്സുകൾ നൽകുമെന്നും MLA പറഞ്ഞു. ഇവിടെ ഗവൺമെന്റിന്റെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. MLA എന്നുള്ള നിലയിൽ കഴിഞ്ഞ 9 വർഷക്കാലവും ഞാനും സ്വീകരിച്ച സമീപനവും ഒന്ന് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ള കോതമംഗലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ്. അതൊരു വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസത്തിനായി നീക്കിവെക്കുന്ന ഓരോ രൂപയും അത് ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഗവൺമെന്റ് പിടിക്കുന്ന കാഴ്ചപ്പാടും. ആ കാഴ്ചപ്പാടിനോടൊപ്പം നിന്നുകൊണ്ടാണ് കോതമംഗലം മണ്ഡലത്തിലും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ 11 സ്കൂളുകൾക്ക് 1 കോടി രൂപ അനുവദിച്ചതും ഇന്ന് 3 വിദ്യാലയങ്ങൾക്ക് സ്കൂൾ ബസ്സുകൾ അനുവദിക്കുന്ന പ്രവർത്തനവും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയില്ല. തുടർന്ന് നല്ല നിലയിൽ തന്നെ പ്രത്യേകിച്ച് കോതമംഗലം മുനിസിപ്പാലിറ്റി നഗരസഭാ ചെയർമാനും കൗൺസിലേഴ്സും ഒക്കെ വേദിയിലുണ്ട്. പ്രത്യേകമായ പരിഗണന സർക്കാർ വിദ്യാലയങ്ങളിലേക്കൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നഗരസഭയിൽ തന്നെ 2 സ്കൂളുകൾക്കാണ് 1 കോടി രൂപ വീതം നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ തുടർച്ചയിൽ നമുക്കറിയാം നമ്മുടെ സ്കൂളുമൊക്കെ ഇതിൻ്റെ പരിഗണനയിൽ വരും. നന്നായി തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. ഇതെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു വലിയ സഹകരണം രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഞങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾക്ക് ഇതുപോലെ ലഭിക്കുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നന്നായി തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളത് പ്രയോജനപ്പെടുത്തിയെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ MLA ഫണ്ടിൽ നിന്നും ശുഭയാത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ സ്കൂളുകളിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, ഹെഡ്മാസ്റ്റർമാരായ SM മുഹമ്മദ്, M വിജയകുമാരി, ഷാലി VM, മുനിസിപ്പൽ കൗൺസിലർ ഷിനു KA, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ, PTA പ്രസിഡന്റുമാരായ ഷാൻമോൻ, MU യൂനസ്, അനീഷ് KB, അധ്യാപകർ, PTA, MPT അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ വിവിധ സ്കൂളുകളിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.